തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൽ ഭേദഗതി വരുത്തി കേന്ദ്ര സർക്കാർ. ബൂത്തിലെ CCTV ദൃശ്യങ്ങളടക്കം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് രേഖകൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനാകില്ല. 1961 തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടത്തിൻ്റെ 93 റൂൾ ആണ് ഭേദഗതി ചെയ്തത്. പെരുമാറ്റച്ചട്ട ഭേദഗതി പിൻവലിക്കണമെന്ന് CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. വിവരങ്ങളുമായി സ്വാതി ഞങ്ങളുടെ പ്രതിനിധി ചേരുന്നു. സ്വാതി, ഈ ഇലക്ട്രോണിക് മെഷീൻ തന്നെ വലിയ ദുരൂഹതകൾ ഉയർത്തുന്ന രീതിയിൽ സംശയങ്ങളും ആശങ്കകളും ഒക്കെ ഉയരുന്നൊരു സാഹചര്യത്തിലാണ് അതിനെ മൂർച്ഛിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു ഭേദഗതി കേന്ദ്ര സർക്കാർ നടത്തുന്നത്. ഇതിനെതിരെയാണ് CPIM രംഗത്ത് വരുന്നത്. എന്തൊക്കെയാണ് ഇതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? തീർച്ചയായും അജിംഷാദ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലെ സുതാര്യത അടക്കം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഒരു നടപടിയിലേക്കാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ പോയിട്ടുള്ളത്. ഈ ബൂത്തിലെ CCTV ദൃശ്യമടക്കം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് രേഖകൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനാകില്ല എന്ന തരത്തിലൊരു ഭേദഗതിയാണ് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. 1961 തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശപ്രകാരമാണ് കേന്ദ്ര നിയമ മന്ത്രാലയം ഇത്തരത്തിൽ ഒരു ഭേദഗതി വെച്ചിട്ടുള്ളത്. റൂൾ 91 ഇപ്പോൾ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെതിരെ വലിയ പ്രതിഷേധം തന്നെയാണ് ഉയരുന്നത്. പ്രത്യേകിച്ചും ഈ സ്ഥാനാർത്ഥികളുടെ ഈ വീഡിയോ റെക്കോർഡിങ്ങുകൾ, CCTV ദൃശ്യങ്ങൾ, വെബ്കാസ്റ്റിംഗ് തുടങ്ങിയവ ദുരുപയോഗിക്കുന്നത് തടയാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു പുതിയൊരു ഭേദഗതി കൊണ്ടുവന്നത് എന്നാണ് കേന്ദ്ര സർക്കാരിന്റെ വാദം. എന്നാൽ തെരഞ്ഞെടുപ്പ് സുതാര്യതയെ ഇല്ലാതാക്കുന്നതാണ് നടപടി എന്നുള്ള പ്രതിപക്ഷ പാർട്ടികൾ അടക്കം ഇത്തരത്തിലൊരു വിമർശനവുമായി രംഗത്ത് വരുന്ന ഒരു രീതിയുണ്ട്. മാത്രമല്ല ഇപ്പോൾ CPM-ഉം ഇതിനെതിരെ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇത് തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ വന്നിട്ടുള്ള ഈ ഒരു ഭേദഗതി എത്രയും പെട്ടെന്ന് പിൻവലിക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ CPIM പോളിറ്റ് ബ്യൂറോ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല ഈ ത്രിപുര അടക്കമുള്ള തെരഞ്ഞെടുപ്പുകളിലെ, ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലെ ചില ഉദാഹരണങ്ങൾ കൂടി ഈ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ സ്റ്റേറ്റ്മെന്റിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ കള്ളവോട്ടുകൾ അടക്കം നടന്നതിന് പിന്നാലെ ഈ CCTV ദൃശ്യങ്ങളടക്കം പരിശോധിച്ചുകൊണ്ടാണ് വീണ്ടും അവിടെ ഒരു റീപോളിംഗ് സംവിധാനം നടത്തേണ്ടി വന്നത്. അപ്പോൾ അത്തരത്തിലൊക്കെ തന്നെയും വലിയ സാധ്യതകൾ ഈ CCTV വിഷ്വൽ അടക്കം പരിശോധിക്കുന്നതിലുണ്ട്. അതിനെയൊക്കെ തടയിടുന്ന ഒരു സമീപനമാണ്, അല്ലെങ്കിൽ ഒരു പിന്തിരിപ്പൻ നടപടിയാണ് ഇതിലൂടെ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും ഈ രാഷ്ട്രീയ പാർട്ടികളുമായി ഒരു കൂടിയാലോചന നടത്തിയിട്ടില്ല എന്നുള്ള കാര്യവും കൂടി CPM ഇപ്പോൾ സൂചിപ്പിച്ചിട്ടുണ്ട്. സ്വാതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് ചട്ടത്തിൽ നിർണായകമായ ഒരു ഭേദഗതി, അതായത് ബൂത്തുകളിലെ CCTV ദൃശ്യങ്ങൾ പൊതുജനങ്ങൾക്ക് പരിശോധിക്കാനാകില്ലത്രേ. ഇതിൻ്റെ വിശദാംശങ്ങളാണ് സ്വാതി നൽകിയത്.